അപ്പൊ വിഷ്ണു, സനൂജ, നിങ്ങളുടെ വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ പറയാനുണ്ടോ? ഇപ്പൊ ഇറങ്ങാൻ എന്തെങ്കിലും പടങ്ങളുണ്ടോ? വെബ് സീരീസ് അങ്ങനെ രണ്ടുപേർക്കും? റിലീസ് 2 പടമുണ്ട്. ഒന്ന് 19-ാം നൂറ്റാണ്ടുണ്ട്. 19-ാം നൂറ്റാണ്ട് എനിക്ക് തോന്നുന്നു ഓണമാണ്. അതെ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. അതെ 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 അതെ. പിന്നെയുള്ള നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കുറി എന്ന് പറഞ്ഞിട്ടൊരു പടം റിലീസ്. അതൊക്കെയാണ് പുതിയ വിശേഷം. സനൂഷയുടെ പിന്നെ അംഗം നമ്മൾ കാണാനിരിക്കുന്നുള്ളൂ. അതെ അതെ. സനൂജയുടെ അംഗം ഉടനെ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? നല്ലൊരു അംഗമായിരിക്കും. അംഗം പടത്തിന്റെ പേരാണ്. അതെ അതെ, തെറ്റിദ്ധരിക്കരുത്. പടത്തിന്റെ പേരാണ് അംഗം. പടത്തിന്റെ പേരാണ്. അതല്ല ഞാൻ പറയാം, സനൂജയുടെ അംഗം നമ്മൾ കാണാൻ കിടക്കുന്നത്. അതെന്താണ് അതിന്റെ വിശേഷങ്ങൾ? അംഗം പറയുന്ന ചെറിയൊരു ക്യാൻവാസിൽ എടുത്തൊരു മൂവിയാണ്. നമ്മളിത് മൂവീസൊക്കെ ക്യാരക്ടർ റോൾ ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോഴും ക്യാരക്ടർ റോൾ തന്നെയാണ്, മുൻനിരയിലാണ് സിനിമയാണെങ്കിലും ക്യാരക്ടർ റോൾ തന്നെ. ഇപ്പോൾ റിലീസിന് പാപ്പൻ, അടുത്ത മാസം ജോഷി സാറിന്റെ പാപ്പനും മഞ്ജു ചേച്ചിയുടെ വെള്ളരിപ്പട്ടണം ഉണ്ട്. ഒക്കെ ക്യാരക്ടർ റോളാ. അംഗം പറയുന്നത് എനിക്ക് സ്പെഷ്യൽ ആവാൻ കാരണം ത്രൂ ഔട്ട് ക്യാരക്ടറാ, ഒരു മെയിൻ ക്യാരക്ടറാണ്. എല്ലാവിധ ആശംസകളും. നല്ല ടൈറ്റിൽ അല്ലേ, അംഗം എന്ന് പറയുന്നത്. എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു ദിവസം 4 സിനിമ ഒരു ഒറ്റ ഇരിപ്പിന് കാണുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? ഞാൻ ആക്ച്വലി അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാട്ടോ. എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. തള്ളല്ല. അതെ, 4 സിനിമ വരെ കണ്ടിട്ടുണ്ടെന്നാണ്. അല്ല, എല്ലാ ദിവസവും 4 സിനിമ കാണുമെന്നല്ല. നമ്മൾ വെള്ളിയാഴ്ച റിലീസ് ആവുന്ന ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ബാക്ക് ടു ബാക്ക് കാണാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു സംവിധാനം അല്ലെങ്കിൽ സംവിധായകനുള്ളിൽ കിടന്നതും അത് പുറത്തു വന്നതും ഒക്കെ. അതെ അതെ അതെ. അങ്ങനെ ഇപ്പൊ ബേസിക്കലി എനിക്ക് സ്ക്രീൻ പ്ലേ എഴുത്താണ്. നമുക്ക് അത് സ്ക്രീൻ പ്ലേ നരേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു ബേസിക്കലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പഠിക്കുമ്പോൾ പോലുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നേ. അപ്പൊ വിഷ്ണുവിന്റെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് നല്ല സിനിമകളും വരാനുണ്ട്, അഭിനയിക്കാനും ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അതെ അതെ അതെ. നേരെ മലയാളം വിട്ടിട്ട് പെട്ടെന്ന് തമിഴിലേക്ക് ഒരു പോക്കുണ്ടായിരുന്നു സനൂജയ്ക്ക് അല്ലേ? അത് ഇപ്പൊ സാസുവിനെ അറിയില്ല. നമ്മൾ മലയാളത്തിലൊന്നും മോഹം കാണിച്ചാൽ പെട്ടെന്നൊരു വിളിവ് ആദ്യം വരെ തമിഴിലേക്ക് നമ്മളവിടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ പെട്ടെന്നൊരു വിളി നമുക്ക് സഡൻലി വരും. ആ ഒരു വിളി തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തു കഴിഞ്ഞു. സിനിമ റിലീസായോ? റിലീസായിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ തൊട്ടു മുന്നേ റിലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സനൂജയുടെ കണ്ണ് ശ്രദ്ധിക്കൂ വിഷ്ണു. എന്താണ്? ഒരു പൂച്ച, ഒരു നാഗത്തിന്റെ കണ്ണ്, സർപ്പക്കണ്ണ്. എന്റെ ലെൻസ് അല്ല, സ്വന്തമായിട്ട് കുട്ടി ജനിച്ചപ്പോ കൊണ്ടുവന്ന ലെൻസാണ്. അതൊരു വിഷ്ണു വിചാരിച്ചു ലെൻസാണ്. ഞാനും ആ ഒരു സീരിയല് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ക്യാരക്ടറിന് വേണ്ടിട്ട് ലെൻസ് വെച്ചതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ണുകാരനാണ് എനിക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടിയത്. എപ്പോഴും സീരിയൽ എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആ ഒരു സീരിയൽ എന്തോ ഭാഗ്യം കൊണ്ട്, എന്റെ ഭാഗ്യം കൊണ്ട് ഒറ്റപ്പാലത്ത് വന്ന് പെട്ടു. ഒറ്റപ്പാലത്ത് വന്ന് പെട്ടപ്പോ ഞാനും ചെന്ന് പെട്ടു. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഈ പൂച്ചക്കണ്ണെന്ന് പറയുന്ന പരിപാടി അല്ല, ഇത് വേറെന്തോ ഒരു കൂടിയായിട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു പൂച്ചക്കണ്ണല്ല, ഒരു ഗോൾഡനിഷ്, ഒരു ബ്രൗണിഷ്, ഒരു ബ്ലാക്കിഷ് എന്തെങ്കിലും. ഈ കണ്ണു വെച്ചിട്ട് ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടോ കുട്ടികളെ കുഞ്ഞായിരിക്കുമ്പോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല അത് സ്പെഷ്യൽ ആണെന്ന്. എന്നെ സ്ഥിരം കാണുന്നവർക്കും തോന്നിയിട്ടില്ല. പെട്ടെന്ന് ആരെങ്കിലും കാണുമ്പോ ചോദിക്കുന്ന ഇരുട്ടത്ത് ഗ്ലോ അല്ല, നമ്മള് പൂച്ചയുടെ കണ്ണിങ്ങനെ ഇരുട്ടത്ത് അതുപോലെ ഉണ്ടോ? ഇല്ല, നിനക്കറിയില്ലല്ലോ, നീ എങ്ങനെ ഞാൻ എങ്ങനെ കാണാൻ. ഞാൻ ഇനി ലൈറ്റ് ഒക്കെ ഓഫ് ആയിട്ട് കണ്ണാടി മുന്നിൽ പോയി അയച്ചു കൊടുത്താൽ മതി. സെൽഫി എടുക്കാൻ അല്ല, അങ്ങനെയല്ല, എന്താ വെച്ചാൽ ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ. അപ്പൊ എങ്ങനെ ഗ്ലോ ചെയ്യുന്നേ? ഇരുട്ടത്തല്ലേ ഗ്ലോ ചെയ്യും. അപ്പൊ ഫ്ലാഷ് ഇട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ വേറെ ആരെ കൊണ്ട് എടുപ്പിക്കണം എന്തെങ്കിലും. അല്ല, ഫ്രണ്ട് ക്യാം, ഫ്ലാഷ് ഉള്ള ക്യാം അതല്ല നമ്മുടെ. ഒരു കുട്ടിയുടെ കണ്ണ് ഗ്ലോ ചെയ്യില്ല. അതാണ് എന്റെ അന്തിമ തീരുമാനം. സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു. ഇനി കണ്ണിനെ കുറിച്ച് മിണ്ടരുത്.